ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു KG4 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിസ്വിൻ. അപ്പോ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് എന്ത് കണ്ടന്റ് എടുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ ഇരുന്ന് കൂട്ടുകാരന്മാരായിക്കോട്ടെന്ന് ആലോചിച്ചപ്പോ ഒരുത്തൻ പറഞ്ഞു നമുക്ക് കറണ്ട് ഉപയോഗിച്ച് ഒരു പടക്കം ഉണ്ടാക്കിയായിരുന്നു. കേട്ടപ്പോ എനിക്കും ചെറിയൊരു കൗതുകം തോന്നി. ഏത് കറണ്ട് വെച്ച് എങ്ങനെ പടക്കം പൊട്ടിക്കുക? ആ കൗതുകം നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ എന്ന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി. അപ്പോ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പടക്കം അല്ലെങ്കിൽ ഒരു ക്രാക്കർ ഉണ്ടാക്കാം എന്നതിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ആ ഇലക്ട്രിക് പടക്കം ഉണ്ടാക്കി എന്നുള്ള മേക്കിംഗ് വീഡിയോസിലേക്ക് പോകാം. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ചെറിയ കുട്ടികൾ ഒരു കാരണവശാലും അനുകരിക്കരുത്. ഇനി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് വീഡിയോസ്. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനത്തിനുള്ള ഒരു അഡാപ്റ്റർ 12 വോൾട്ടിൻ്റെ, പിന്നെ മെയിൻ സാധനം തീപ്പെട്ടി, പിന്നെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, പിന്നെ സെല്ലോ ടേപ്പ്. ഇത്ര സാധനങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത്. ഇതിനായിട്ട് നമുക്ക് തീപ്പെട്ടിയുടെ ഹെഡും സ്റ്റിക്കും വേർതിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു ബോക്സ് തീപ്പെട്ടി ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ശബ്ദം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വാക്സിൻ്റെ തീപ്പെട്ടി യൂസ് ചെയ്തത്. കാരണം ഇതിൻ്റെ ഹെഡും സ്റ്റിക്കും വേർതിരിക്കാനായിട്ട് വളരെ ഈസിയാണ് നോർമൽ തീപ്പെട്ടിയേക്കാളും. വേർതിരിച്ച ഹെഡ് ഞങ്ങൾ വേറൊരു വൈറ്റ് ഷീറ്റിലേക്ക് മാറ്റി കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. തീപ്പെട്ടിയുടെ ഹെഡ് എത്രയും പൊടിയുന്നു അത്രയും വേഗത്തിൽ ഇത് കത്താനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തതായിട്ട് ഇൻസുലേറ്റഡ് കോപ്പർ വയർ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം 30 സെൻറ്റിമീറ്ററോളം ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഏകദേശം 10 സെൻറ്റിമീറ്ററോളം ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഞങ്ങൾ 2 എൻഡിൽ നിന്നും പുറത്തേക്ക് എക്സസ് ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന 10 സെൻറ്റിമീറ്റർ മാത്രമാണ് ഞങ്ങൾ ഈ മാസ്റ്റിക്കിൻ്റെ ഹെഡിൽ ചുറ്റി വെച്ചിട്ടുള്ളത്. ഇതാണ് മെയിൻ ഫ്യൂസ്. ഇതിൻ്റെ 2 അറ്റങ്ങളിലേക്ക് നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഫോർ ബാക്കപ്പ് നമ്മൾ അഡീഷണലി ഒരു ഫ്യൂസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വൈൻഡ് ചെയ്ത ഫ്യൂസ് സ്റ്റിക്കിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ക്രാക്കർ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതിൽ കാണുന്ന പോലെ ഒരു പേപ്പർ പീസ് എടുത്ത് കോൺ ഷേപ്പിൽ മുടക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൗഡറിലേക്ക് ആഡ് ചെയ്യണം. നേരത്തെ വൈൻഡ് ചെയ്ത് വെച്ച ഫ്യൂസ് രണ്ടും ഇതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണം ബാക്കപ്പാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ പേപ്പർ ഫോൾഡ് ചെയ്യാൻ പോവാണ്. പൗഡർ പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്യൂസിൻ്റെ 2 വയേഴ്സും പുറത്തേക്ക് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലൊരെണ്ണം ബാക്കപ്പാണ്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച പേപ്പർ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നല്ല എയർ ടൈറ്റിൽ ഇത് ചുറ്റണം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ക്രാക്കർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിക്കുക എന്നുള്ള ടാസ്ക് മാത്രമാണുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് നല്ല എയർ ടൈറ്റിലാണ് ചുറ്റിയിരിക്കുന്നത്. നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത് ഒറ്റ ഫ്യൂസ് മാത്രമാണ്. ഒരെണ്ണം അഡീഷണലി ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും കാരണം വെച്ചാൽ ഒന്ന് പൊട്ടിയാലേ നമുക്ക് മറ്റേത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമ്മൾ ഇൻസുലേറ്റഡ് കോപ്പർ വയർ തന്നെ യൂസ് ചെയ്യണം. നമ്മളതിൻ്റെ കോട്ടിങ് ഇപ്പോൾ ബേൺ ചെയ്ത് കളയുകയാണ്. ഞങ്ങൾ ഇൻസുലേറ്റഡ് കോപ്പർ വയർ സംഘടിപ്പിച്ചത് കേടായ മോസ്കിറ്റോ ബാറ്റിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ കോപ്പർ വയർ കിട്ടിയത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബേൺ ചെയ്ത് വെച്ച ഇൻസുലേറ്റഡ് കോപ്പർ വയർ അത് നമ്മൾ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ക്രാക്കറിൻ്റെ ഒരു ഫ്യൂസിൻ്റെ 2 വയേഴ്സും അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ബാക്കപ്പ് വെച്ച് ഇത് കണക്ട് ചെയ്യരുത്. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. കമ്മൺ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പൊട്ടിക്കുക എന്നുള്ള ടാസ്ക് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. റെഡി, 1 2 3. പ്രതീക്ഷയിൽ അടിപൊളിയായിട്ട് നമ്മുടെ ഇലക്ട്രിക് ക്രാക്കർ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞിട്ടുള്ളതിൻ്റെ വിചിതമായ രൂപമാണ് നമ്മൾ കാട്ടിത്തരാൻ പോകുന്നത്. ഏതാണ്ട് നമ്മുടെ കൂട്ടുകാരൻ തേങ്ങ പൊളിക്കുന്ന പോലെയാണ് ആ സാധനം പൊളിച്ചെടുക്കണം. നിങ്ങൾക്ക്
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇലക്ട്രിക് ക്രാക്കർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് വീഡിയോസ്. ദെൻ വൺ മെയിൻ പോയിന്റ്, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല നിങ്ങൾ കമന്റ് ഇടണം. സോ വി ക്യാൻ സോൾവ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സൈനിങ് ഓഫ്.